ഒന്നാമതായി ന്യൂ കാസിൽ രോഗം അഥവാ റാണിക്കേത്ത്. കോഴികളിൽ ഏറ്റവും അപകടകരമായ വൈറസ് രോഗങ്ങളിൽ ഒന്നാണിത്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കഴുത്ത് വളയുക, ശ്വാസതടസ്സമുണ്ടാവുക, പച്ച നിറത്തിലുള്ള വയറിളക്കം, പെട്ടെന്നുള്ള മരണങ്ങൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ പ്രതിരോധമായി നമുക്ക് കൃത്യമായ വാക്സിനേഷൻ ചെയ്താൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത രോഗമാണ് ഗംബോറോ രോഗം. സാധാരണയായി 3 മുതൽ 6 ആഴ്ച വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളം പോലുള്ള വയറിളക്കം, ക്ഷീണം, പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുക. അപ്പോൾ ഇതിനെതിരെ പ്രതിരോധിക്കാൻ സമയബന്ധിത വാക്സിനേഷൻ ചെയ്യുക. അടുത്ത രോഗാവസ്ഥയാണ് കോക്സിഡിയോസിസ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന രോഗങ്ങളിൽ ഒന്നാണ് ഇത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ: രക്തം കലർന്ന വയറിളക്കം, തീറ്റ കഴിക്കൽ കുറഞ്ഞു പോകും, വളർച്ച മന്ദഗതിയിലാവും. ഇതിനെ പ്രതിരോധിക്കാൻ ലിറ്റർ എപ്പോഴും ഉണങ്ങിയ നിലയിൽ സൂക്ഷിക്കുക. അതായത് ബെഡിങ് കൊടുത്തിരിക്കുന്നത് എന്താണോ അത് എപ്പോഴും ഉണങ്ങിയ നിലയിൽ സൂക്ഷിക്കണം. പിന്നെ അടുത്ത രോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നാലാമതായി മൈക്കോപ്ലാസ്മോസിസ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ്. ലക്ഷണങ്ങൾ: തുമ്മൽ, കണ്ണിൽ വെള്ളം വരിക, ശ്വാസം മുട്ടൽ. ഇതിനെ പ്രതിരോധിക്കാൻ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക. നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വേണം കോഴിക്കൂട് വെക്കാനും. കോഴിക്കൂടിനുള്ളിലും നല്ല വായുസഞ്ചാരം ഉണ്ടാവണം. ഇനി അഞ്ചാമതായി ഫൗൾ പോക്സ് കൊതുകുകൾ വഴി പകരുന്ന വൈറസ് രോഗമാണ്. ലക്ഷണങ്ങൾ: മുഖത്തും കൊമ്പിലും കറുത്ത പാടുകൾ, മുഖത്തും കൊമ്പിലുമൊക്കെ നല്ല കറുത്ത പാടുകൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ പ്രതിരോധമായിട്ട് വാക്സിനേഷൻ ഉണ്ട്. കൊതുക് നിയന്ത്രണം ചെയ്യണം, കൊതുകുകളെ നിയന്ത്രിക്കണം. ആറാമതായിട്ടുള്ള രോഗമാണ് ഫൗൾ കോളറ. ഇത് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? പനി, ശ്വാസതടസ്സം, പെട്ടെന്നുള്ള മരണങ്ങൾ. കാര്യമായ വാക്സിനേഷനൊന്നും ഇതിനു വേണ്ടി ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നോക്കുക. സാൽമോനെല്ല രോഗം, അതാണ് ഏഴാമത്തത് സാൽമോനെല്ല രോഗം. പ്രധാനമായും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വയറിളക്കം, വളർച്ച കുറയുക എന്നിവയാണ്. ഇതിൻ്റെയും വാക്സിനേഷനെ പറ്റി എനിക്ക് വിവരമില്ല. താങ്കൾ ഡോക്ടറെ കണ്ടിട്ട് അന്വേഷിക്കുക. അടുത്തത് എട്ടാമതായിട്ടാണ് വിരബാധയാണ്. ആന്തരിക പരാന്നഭോജികളാണ് കാരണം. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭാരം കൂടാതിരിക്കുക, എപ്പോഴും ക്ഷീണം, കോഴി കുഞ്ഞുങ്ങളിങ്ങനെ ക്ഷീണിച്ചിരിക്കും, പിന്നെ വെയിറ്റ് വെക്കില്ല. പ്രതിരോധം: നിശ്ചിത ഇടവേളകളിൽ ഡീവോമിങ്ങിനുള്ള മരുന്ന് കൊടുക്കണം. അത് ഒരു 2 മാസം ആകുമ്പോൾ തന്നെ കൊടുക്കാം, ആദ്യത്തെ ഡോസ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് 3 മാസമോ 4 മാസമൊക്കെ കൂടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് ഡീവേമിങ്ങിനുള്ള മരുന്ന് മേടിച്ച് കൊടുക്കുക. പിന്നെ അടുത്തത് 9ാമതായിട്ടാണ് ഹീറ്റ് സ്ട്രെസ്. വേനൽക്കാലത്ത് സാധാരണ ലക്ഷണങ്ങളാണ് കാണിക്കുന്നതാണ്. അത്
വായു തുറന്ന് ശ്വാസം എടുക്കും, വെള്ളം കൂടുതൽ കുടിക്കും. ഇത് രണ്ടുമാണ് അതിൻ്റെ ഇത്. വായു തുറന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായു തുറന്നിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. പിന്നെ വെള്ളം കുടിക്കും, വെള്ളം ഒരുപാട് കുടിക്കും. സാധാരണയിൽ കവിഞ്ഞ് വെള്ളം കുടിക്കുകയും ചെയ്യും. അപ്പോൾ നാച്ചുറലി എന്ത് ചെയ്യുക, ഈ വേനൽക്കാലത്ത് കൂടിനുള്ളിലുള്ള ചൂട് കുറക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ 10ാമത് വരുന്ന ഒരു പ്രശ്നമാണ് ബ്രൂഡിങ്ങിലുള്ള പിഴവുകളാണ്. കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ ചൂട് നിയന്ത്രണം തെറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ബ്രൂഡറിലെ താപനില 35 ഡിഗ്രിയിൽ തുടങ്ങി ക്രമാനുഗതമായി കുറച്ച് 32 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് 2 ആഴ്ചക്കുള്ളിൽ. കോഴികളിലെ ഭൂരിഭാഗം രോഗങ്ങളും നല്ല ശുചിത്വം, കൃത്യമായ വാക്സിനേഷൻ, ശുദ്ധജലം, സമീകൃത തീറ്റ എന്നിവയിലൂടെ തടയാൻ കഴിയും. ഇത്തരത്തിലുള്ള കൂടുതൽ കോഴി വളർത്തൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.